ഇതാണോ ജനാധിപത്യം? പ്രതിപക്ഷത്തിന് നിയമസഭയിൽ സ്പീക്കർ എം ഷംസീർ കൊടുത്ത 8ന്റെ പണി, അതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കണ്ടത്. ഇതൊന്നുമല്ല, ഇനിയും വരാനിരിക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം ചോദ്യോത്തരവേള ആരംഭിച്ച സമയം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം ഇതുതന്നെയായിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സ്പീക്കർ രാവിലെ യോഗം വിളിച്ചു 8:30-ന്. പക്ഷേ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പങ്കെടുത്തില്ല. ചട്ടപ്രകാരം നിരവധി വഴികളുണ്ട് സഭയിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ. അതിൽ 1 അടിയന്തര പ്രമേയമാണ്, 2 ശ്രദ്ധ ക്ഷണിക്കലാണ്, 3 സബ്മിഷനാണ്. ഈ വഴികളൊക്കെയുണ്ട്. അതുകൂടാതെ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക അവകാശമുണ്ട്, ഏത് സമയം എഴുന്നേറ്റ് നിന്നാലും മൈക്ക് കൊടുക്കണം എന്ന്. അതുവഴിയും നിരവധി പ്രശ്നങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, ചർച്ച നടത്താം. പക്ഷേ ആ വഴികളൊന്നും നോക്കാതെ സഭ സ്തംഭിപ്പിക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സഭാ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പീക്കർ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന് നേരെ തൊടുത്തത്. അത് കാണാം. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ചോദ്യം നമ്പർ 241 ശ്രീ യു എ ലത്തീഫ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. യെസ്. Tell them to come quiet, please. സർ, ഞങ്ങൾ ഈ സഭാ നടപടികളുമായി എന്തിനാ അദ്ദേഹം പറയട്ടെ, എവിടെ ഇരിക്കട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്. സാർ, ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ 2 ദിവസമായി നിസ്സഹകരിക്കുക. സാർ, ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ്. സാർ, അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പ്ലീസ്. പാർലമെന്ററി മിനിസ്റ്റർ, പ്ലീസ്. മിനിസ്റ്റർ പറഞ്ഞോ. സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതിയുണ്ടല്ലോ, നോട്ടീസ് ഉന്നയിച്ചുകൊണ്ട്. അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത്? ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ. ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ്? കേരളത്തിൽ നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച്, സ്പീക്കർക്കും റൈറ്റ് ഉണ്ട് നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട്. ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്. കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കറുടെ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? യെസ് മിനിസ്റ്റർ, പ്ലീസ്. ഏറ്റവും അവസാനം ബഹിഷ്കരണം പ്രഖ്യാപിച്ച ശേഷം സ്പീക്കർ പറയുന്നുണ്ട് പൊയ്ക്കോളൂ എന്ന്. കൈകൊണ്ടാണ് അദ്ദേഹം ഈ ആംഗ്യഭാഷയിൽ പറയുന്നത്. അത് പ്രതിപക്ഷത്തിനോടാണ്. ഭരണപക്ഷം കൈയടിച്ചാണ് അതിനെ സ്വീകരിച്ചത്. അതിനുശേഷം സഭ സുഗമമായി മുന്നോട്ട് പോയി എല്ലാ ബില്ലുകളും പാസാക്കിയാണ്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത്. പ്രതിപക്ഷമില്ലെങ്കിൽ എന്താ, കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു നിയമസഭയും നിയമസഭാ സ്പീക്കറും.